ഹലോ! അപ്പൊ നമുക്കിന്ന് വസുവിന്റെ മുട്ടയടി വ്ലോഗ് കണ്ടാലോ? ഇതെടുത്തിട്ട് കുറേ നാളായി. പക്ഷെ ഇപ്പഴാണ് ഇടാനായിട്ടൊരു സാഹചര്യം കിട്ടിയത്. അപ്പൊ ഞാൻ സെറ്റും മുണ്ടൊക്കെ ഉടുത്ത് റെഡിയായി. വസുക്കുട്ടനും റെഡിയായിട്ട് ഇരിപ്പുണ്ട്. അപ്പൊ നമ്മള് രാവിലെ തന്നെ പോവാനായിട്ട് എല്ലാരും കൂടെ ഇറങ്ങി. നമ്മുടെ റിലേറ്റീവ്സും ചേച്ചിയും എല്ലാരും കൂടെ ആയിട്ടാ പോകുന്നേ. അച്ഛനും അമ്മയും പുറകെ വരുന്നുണ്ട് സ്കൂട്ടറില്. എനിക്കും അച്ഛനും ആക്ച്വലി ഭയങ്കര വിഷമമായിരുന്നു. ഒന്നാമത്തെ കാര്യം ഇവൻ സഹകരിക്കുമോ എന്നുള്ളതായിരുന്നു ടെൻഷൻ. പിന്നെ രണ്ടാമത് ഈ ആദ്യത്തെ ഹെയർ അല്ലേ, നല്ല ഹെയർ ആയിരുന്നു. വേവി ആയിട്ട് ഇങ്ങനെ കിടക്കുന്ന ഹെയർ പോവല്ലോ എന്ന് ആലോചിക്കുമ്പോൾ ഒരു വിഷമം ഉണ്ടായിരുന്നു. പിന്നെ നമ്മൾ കുമാരകോവിലേക്കാണ് പോകുന്നത്. അപ്പോൾ ആ പോകുന്ന വഴിയുള്ള കാഴ്ചകളാണ് ഇതൊക്കെ. നല്ല അടിപൊളി വ്യൂവും കാര്യങ്ങളൊക്കെ കണ്ടിട്ട് ഞങ്ങളവിടെ എത്തി. നല്ല അത്യാവശ്യം തിരക്കുണ്ടായിരുന്നു. ഞായറാഴ്ച ആയതുകൊണ്ട് നല്ല തിരക്കുള്ള ദിവസമായിരുന്നു. ഈ മുട്ടയടിക്കുന്ന സ്ഥലത്ത് പിള്ളേരുടെ കരച്ചിലെല്ലാം കൂടെ കേട്ടപ്പോൾ ആകപ്പാടെ ടെൻഷനായിരുന്നു. ഇവൻ എങ്ങനെയാണ്, ഇരിക്കുവോ ഇല്ലേ എന്നുള്ളത് അറിയത്തില്ലല്ലോ. പിന്നെ ഞങ്ങള് എന്താ വന്നതല്ലേ, അപ്പൊ പിന്നെ മുട്ടയടിക്കാതിരിക്കാൻ പറ്റില്ലല്ലോ എന്തായാലും. അപ്പോ അങ്ങനെ വെയിറ്റ് ചെയ്തു. പതുക്കെ സമാധാനിപ്പിച്ചൊക്കെ കൊണ്ടിരുത്തി മുട്ടയടിക്കാനായിട്ട്. പിന്നെ മുട്ടയടി കഴിഞ്ഞിട്ടാണ് ബാക്കി പരിപാടിയൊക്കെ വരുന്ന അർച്ചനയും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നത്. അപ്പോൾ മുട്ടയടിച്ചപ്പോൾ അവൻ്റെ അച്ഛൻ്റെ കയ്യിൽ മിണ്ടാതിരുന്നു. ലാസ്റ്റ് മിനിറ്റ് മാത്രം ചെറുതായിട്ടൊന്ന് കരഞ്ഞു. പിന്നെ അവിടെ അർച്ചനയൊക്കെ കൊടുത്തതിന് ശേഷം ഞങ്ങൾ അവനെ കുറച്ചവിടെ നടത്തിച്ചു. മുരുകൻ്റെ അമ്പലമല്ലേ, അപ്പോൾ അവിടെ അങ്ങനെ നടത്തിക്കണം എന്നൊക്കെ എല്ലാവരും പറഞ്ഞു. അങ്ങനെ നടത്തിച്ചു നോക്കി. ഇത്രയൊക്കെ ഉള്ളൂ. പിന്നെ ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചിട്ട് തിരിച്ചു പോയി. ബൈ.